ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പാപ്പൻ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഗൈസ്. നമ്മൾ ചൊക്കനേന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ചെറിയൊരു മരപ്പാലമാണ് ഈ കാണുന്നത്. ഈ പാലത്തിന് ഒരുപാട് വർഷം പഴക്കമുണ്ട്. എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ പലകയൊക്കെ ഭയങ്കരമായിട്ട് പഴയ പലകയാണ്. നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ പാലം കുലുങ്ങുന്നുണ്ട്. ചിമ്മിനി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ആരോ പഴയ കാലത്ത് ഉണ്ടാക്കിയൊരു മരപ്പാലമാണിത്. പക്ഷേ അത് അതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചുറ്റോട്ടൊന്നും ഒരാളുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതാരോടും ചോദിച്ച് മനസ്സിലാക്കാനും പറ്റില്ല ഗൈസ്. അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പാലമാണിത്. കണ്ടോ, അത് ആടുന്നുണ്ട് നടക്കുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോകേണ്ടതിന് തൃശ്ശൂർ ഭാഗത്തേക്കാണ്. അപ്പോൾ നമുക്ക് പോവാം. ഈ വഴി പോകുന്ന ആളുകളൊക്കെ ഇവിടെ വണ്ടി നിർത്തിങ്ങായിട്ട് ഈ പാലത്തിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫിയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്താനുണ്ടായ കാരണം. ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ പാലമുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിമ്മിനി ഡാമിലേക്കുള്ള വഴിയാണത്. ഈ കാണുന്ന റോഡ് നമ്മൾ വന്ന വഴി. അപ്പോൾ ഡാമിൻ്റെ അവിടേക്ക് നമ്മൾ പോയില്ല. അപ്പോൾ ഇതിന് സമയം ഒരുപാട് വൈകി. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഡാമിൻ്റെ അവിടേക്ക് പോയിട്ടില്ല. നേരെ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് തിരിഞ്ഞതാണ്. അപ്പോഴാണ് വേറൊരു ചേട്ടൻ പറയണത് അവിടെ ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ എസ്റ്റേറ്റിൽ ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ നമുക്ക് അവിടേക്ക് ഒന്ന് പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഈ കാണുന്നത് കംപ്ലീറ്റ് എസ്റ്റേറ്റ്, റബ്ബർ എസ്റ്റേറ്റാണത്. അത് ആരിസൺ എസ്റ്റേറ്റിലാണ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ റോഡിൽ എന്തെങ്കിലും നമുക്ക് കാണാതിരിക്കില്ല, നമുക്കറിയാതെ. ഈ കാടിന് നടുക്ക്, കാടല്ല അത് ശരിക്കും പറഞ്ഞാൽ റബ്ബർ എസ്റ്റേറ്റാണ്. ഈ റബ്ബർ എസ്റ്റേറ്റ് നടുക്ക് കണ്ട നല്ലൊരു അടിപൊളി ചെറിയൊരു പള്ളിയാണ് ആ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ആനക്കൂട്ട് ഇറങ്ങിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ചങ്ങോട്ട് നടന്നു പോകണം. അവിടെ ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കി നോക്കാം ഗൈസ്. ആൾക്കാർ കാണാനായിട്ട് ഉള്ളിൽ നിർത്തിക്കണതാ. അവിടെ എന്തോ കണ്ടിട്ട് നിർത്തിക്കണതാ. നമ്മുടെ യദുമോൻ പോണ പോക്കണ്ടാവും, ഒരു പേടിയില്ലാണ്ട് അവിടെ നടന്ന് പോവണ്ട പുള്ളിക്കാരൻ. കുറച്ച് കഴിയുമ്പോൾ കാണാൻ തിരിച്ചിങ്ങോട്ട് ഓടി വരണത്. അവിടെ അറ്റത്തായിട്ട് ആന നിൽക്കണം കേട്ടാ. ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട് അതിനടുത്ത്. അപ്പോൾ അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അവർ പടക്കം പൊട്ടിക്കുന്നുണ്ട്. പിന്നെ വലിയ ടോർച്ചൊക്കെ ഉണ്ട്. ഒരു ചേട്ടൻ്റെ ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഒരു ചേട്ടൻ. പക്ഷേ ഒരു പറയണ വെച്ചാൽ ഇത് ഇടയ്ക്കിട്ട് ഇങ്ങനെ ആന ഇറങ്ങിയിട്ട് ഇവിടെ കംപ്ലീറ്റ് ഈ റബ്ബർ അധികം വലിയ വലിപ്പമൊന്നും ആയിട്ടില്ല. ചെറിയ റബ്ബറിൻ്റെ തൈക്കളാണ്, അതൊക്കെ നശിപ്പിക്കുന്നതാണ് പറയണത്. ഇടയ്ക്കിട്ട് ഇറങ്ങാറുണ്ടെന്ന് പറയണത് അവിടെ നിൽക്കുന്ന ആളുകൾ ചോദിച്ചപ്പോൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ആ ചേട്ടന്മാരുടെ അടുത്തേക്ക് പോകാം. അവിടെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അത് കാണാൻ നമുക്ക് എന്തുണ്ടാവും എന്നുള്ളത്. ആനയുടെ ഒരു കൂട്ടം തന്നെയാണ് അല്ലേ. ഇവിടെ കുഞ്ഞൊക്കെ ഉണ്ട് ഇട്ടയില്, ആനയുടെ കുഞ്ഞൊക്കെ ഉണ്ടയില്. ഓടിച്ചിട്ടാ അങ്ങോട്ടോ അത്ര മതിട്ടോ.
അപ്പോൾ ആനേനെ ഓടിക്കാനായിട്ടാണ് ഈ കാണിക്കുന്നത്. പിരി പിരി എന്ന് പറഞ്ഞുള്ള പടക്കമാണ് ഈ എറിയണത് ആ ചേട്ടൻ. അയ്യോ കത്തില്ല. ആ കത്തി. ആന ഓടിച്ചടാ പാപ്പന, ആന ഓടിച്ചടാ. അപ്പാ ആന ഓടിച്ചൊരു ദൃശ്യമാണ് കണ്ടത്. അവിടുന്ന് ചിഹ്നം വിളിച്ചും കേട്ട് ഒരു രക്ഷയില്ലാട്ടാ കാശ്. ഇവർ കയറി പോകണില്ല. അപ്പോൾ പടക്കൊക്കെയാണ് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ആന ഇപ്പം തന്നെ അവിടെ നിന്ന് ഒച്ചെടുത്ത് കേട്ട് ഓടിക്കുകയാണ് ചെയ്തത്. ഓടിയിട്ട് ശരിക്കും കിതച്ചിട്ട ഗൈസ്. ആ പടക്കം പൊടിച്ചപ്പോ ഒരു കുലുക്കൂലട്ടോ, അവിടെ തന്നെ നിൽക്കാണ്. പൊന്നു ബ്രോന്റെ പേരെന്താണ് ബ്രോ? അബി. എവിടെ ഇവിടെ അടുത്ത് തന്നെയാണോ? ഇവിടെ തന്നെയാണ് അല്ലേ ഗായ്സ്? അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ആന ഇറങ്ങാറുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഹമ്പോ കിതച്ചിട്ടാ ആന അവിടെ നിന്ന് ചിഹ്നം വിളിച്ചിങ്ങോട്ട് ഓടിച്ച് അവിടെ നിന്ന് ഓടി. പാപ്പനങ്ങനെ ഓടി രക്ഷപ്പെട്ടു മക്കളെ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ. അപ്പോൾ ഓക്കെ ഗായ്സ്, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.